സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ ഇലക്ഷനിൽ പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ അസാന്നിധ്യം എന്തായാലും UDFന് ഒരു തിരിച്ചടിയാണ്. പക്ഷേ വടകര മണ്ഡലത്തിൽ ഏത് തരത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ UDFന് ഗുണകരമാകുന്നത്? 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാറ്റി നിർത്തിയാൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ഷാഫി പറമ്പിൽ തന്നെയായി. നിയമസഭയ്ക്കകത്തും പുറത്തും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്രതിപക്ഷ MLA ആണ് ഷാഫി. മണ്ഡലത്തിലെ കാര്യമെടുത്താൽ രാഷ്ട്രീയത്തിനതീതമായി, മതത്തിനതീതമായി, ജാതിക്കതീതമായി വലിയ സ്വീകാര്യത ഉണ്ടാക്കിയെടുത്തൊരു MLA. മണ്ഡലത്തിൽ പരമാവധി വികസനം ഉറപ്പിച്ച ഒരു MLA. നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ ആക്രമണ നിരയുടെ കുന്തമുനയായിരുന്നു ഷാഫി. ഇങ്ങനെ പരിഗണിക്കുമ്പോൾ ഷാഫിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അസാന്നിധ്യം UDFനും കോൺഗ്രസിനും തിരിച്ചടിയാണ്. എന്നിരുന്നാൽ പോലും MP എന്ന നിലയിൽ ഷാഫിയുടെ സാന്നിധ്യം ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുന്ന അല്ലെങ്കിൽ കയ്യിലില്ലാത്ത ഒരുപാട് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുവാൻ UDFനും കോൺഗ്രസിനും സഹായകരമാകും എന്ന കാര്യത്തിനും തർക്കമില്ല. കൃത്യമായി പറഞ്ഞാൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിന് കീഴിലുള്ള 7 നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പോൾ UDFൻ്റെ കൈവശമുള്ളത് ഒരു മണ്ഡലം മാത്രമാണ്, വടകര മണ്ഡലം. KK രമ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം. മറ്റ് 6 നിയോജക മണ്ഡലങ്ങളും ഇടതിനൊപ്പമാണ്. ഇതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 നിയോജക മണ്ഡലങ്ങളെങ്കിലും അധികമായി പിടിച്ചെടുക്കുവാൻ ഷാഫിയുടെ സാന്നിധ്യം UDFനെ സഹായിക്കുമെന്നാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്. ഏതൊക്കെ മണ്ഡലങ്ങളായിരിക്കും UDFന് വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്നത്? വടകര ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലുള്ള തലശ്ശേരിയും കൂത്തുപറമ്പും, കോഴിക്കോട് ജില്ലയിലുള്ള വടകരയും നാദാപുരവും കുറ്റ്യാടിയും കൊയിലാണ്ടിയും പേരാമ്പ്ര മണ്ഡലങ്ങളും അടങ്ങുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ നിലവിൽ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് വടകര മാത്രമാണ്. കണ്ണൂർ ജില്ലയിലെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് ജനതാദൾ നേതാവ് KP മോഹനാണ് നിലവിലിപ്പോൾ MLA ആയിട്ടുള്ളത്. അടുത്ത വട്ടവും ഇടതുമുന്നണിയുടെ ധാരണയനുസരിച്ച് ജനതാദളിന് സീറ്റ് വിട്ടുകൊടുത്ത് മോഹനൻ തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ഈ ഘട്ടത്തിൽ ഇവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻ KPCC അധ്യക്ഷനായിരുന്ന ദീർഘകാലം MP-യും കേന്ദ്രമന്ത്രിയുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേരാണ് കൂത്തുപറമ്പിലേക്ക് ഉയർന്നു കേൾക്കുന്നത്. മുല്ലപ്പള്ളി എവിടെ എത്തിയാൽ തീർച്ചയായും ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നാം വിലയിരുത്തേണ്ടത്. തലശ്ശേരി മണ്ഡലം കോൺഗ്രസിന് ശക്തമായ മത്സരം കാഴ്ചവെക്കുവാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. ഇപ്പോഴത്തെ ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകളൊന്നും നോക്കണ്ട. പണ്ട് സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണനെ ഇവിടെ കൊല്ലത്ത് നിന്നെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ വിറപ്പിച്ചു വിട്ട മണ്ഡലമാണ്. എന്നിരുന്നാൽ പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തലശ്ശേരിയിൽ കോൺഗ്രസിനും UDFനും വിജയസാധ്യതയുണ്ട് എന്ന് പറയുന്നത് അത്ര ഒരു കടന്ന കൈയായി പോകും. ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിറ്റിംഗ് MLA KK രമ ആ മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. UDF മന്ത്രിസഭയുണ്ടാക്കിയാൽ അവർ KK രമയുടെ പാർട്ടിയായ RMP മന്ത്രിസഭയിൽ അംഗത്വം എടുക്കാൻ തീരുമാനിച്ചാൽ സുപ്രധാനമായ ഒരു വകുപ്പോടുകൂടി തന്നെ KK രമ മന്ത്രിയാകുകയും ചെയ്യും. കഴിഞ്ഞ വർഷത്തെ 4000 എന്ന ഭൂരിപക്ഷം 10,000-ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടായിരിക്കും KK രമ 2026 വടകരയിൽ നിന്ന് വിജയിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഇപ്പോൾ LDFൻ്റെ കൈവശം ഇരിക്കുന്ന സീറ്റുകളിൽ UDFന് പിടിച്ചെടുക്കാവുന്ന സീറ്റുകളിൽ ഒന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറ്റ്യാടി മണ്ഡലമാണ്. 2016 1200 വോട്ടുകൾക്കാണ് ലീഗ് നേതാവായ പാർക്കിൽ അബ്ദുള്ള ഇവിടെ വിജയിച്ചത്. എന്നാൽ ശക്തമായ ഇടത് തരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ 2021 പാർക്കിൽ അബ്ദുള്ളയെ പരാജയപ്പെടുത്തുവാൻ CPMന് കഴിഞ്ഞു. അദ്ദേഹം 333 വോട്ടുകൾക്ക് അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ട് ബാങ്കുകൾ, മലയോര കർഷകരായ ക്രൈസ്തവ വോട്ട് ബാങ്കുകൾ കൂടി നിർണായകമായൊരു മണ്ഡലമാണ്. അവർക്ക് സർക്കാരിനുള്ളൊരു വിരുദ്ധ വികാരം, വന്യജീവി ആക്രമണങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകളെല്ലാം UDFന് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. മുനമ്പം വിഷയത്തിലുള്ള BJPയുടെയും CPMൻ്റെയും മുതലെടുപ്പുകൾ പോലും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വളരെ സുഗമമായി പാറക്കൽ അബ്ദുള്ള വീണ്ടും ലീഗിന് വേണ്ടി മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് നമുക്ക് വിലയിരുത്താം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഷാഫിയുടെ ഒരു സാന്നിധ്യം
ഷാഫിയുടെ ഒരു ജനകീയത, MP എന്ന നിലയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്വീകാര്യത, പ്രവർത്തന മികവെല്ലാം ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം നിർണായകമാകും എന്നതുകൂടി നാം ഇവിടെ ഓർക്കേണ്ടതാണ്. കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത് UDF പിടിച്ചെടുക്കാൻ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം എന്ന് പറയുന്നത് നാദാപുരമാണ്. 2016-ലും 2021-ലും അവിടെ UDF വേണ്ടി, കോൺഗ്രസിന് വേണ്ടി മത്സര രംഗത്തിറങ്ങിയത് ഇപ്പോൾ DCC അധ്യക്ഷനായ പ്രവീൺ കുമാറായി. 4000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെട്ടത്. എന്നാൽ പിന്നീട് അദ്ദേഹം DCC അധ്യക്ഷനാകുകയും വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇന്ന് അദ്ദേഹം ഒരു വികാരമാണ്. പ്രത്യേകിച്ച് K. കരുണാകരൻ സ്മാരക DCC ഓഫീസ് പണി പൂർത്തിയാക്കിയതെല്ലാം അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം DCC അധ്യക്ഷനായിരിക്കുമ്പോഴും നാദാപുരം കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ സംഘടനാ സംവിധാനം കരുത്തുറ്റതാക്കിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരവും ഷാഫി എന്ന ക്രൗഡ് പുള്ളറുടെ സ്വീകാര്യതയും എല്ലാം ഗുണം ചെയ്യുമ്പോൾ പ്രവീൺ കുമാർ എന്ന മികച്ച സ്ഥാനാർത്ഥി നാദാപുരം മണ്ഡലം UDF വേണ്ടി പിടിച്ചെടുക്കുമെന്നാണ് നാം വിലയിരുത്തേണ്ടത്. ഇനിയുള്ളൊരു മണ്ഡലം പേരാമ്പ്രയാണ്. പേരാമ്പ്രയിലേക്ക് എത്തുമ്പോൾ ഇവിടെ നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടുന്ന ഒരു കാര്യം, 2016 അന്ന് UDF ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് ഇവിടെ മത്സരിച്ചത്. അന്ന് TP രാമകൃഷ്ണൻ കേവലം 4000-ഓളം വോട്ടുകൾക്കാണ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവായ മുഹമ്മദ് ഇക്ബാലിനോട് വിജയിച്ചു കയറുന്നത്. കഴിഞ്ഞ വട്ടം 2021-ൽ കുറ്റ്യാടി സീറ്റ് മുഹമ്മദ് ഇക്ബാലിന് വേണ്ടി കേരള കോൺഗ്രസ് ചോദിക്കുകയും അവർക്ക് ഇടതുമുന്നണി അനുവദിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ടിക്കറ്റ് വിട്ടുകൊടുത്തതിൻ്റെ പേരിൽ കുറ്റ്യാടിയിൽ CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുകയും ജോസ് കെ മാണി ഈ സീറ്റ് വേണ്ടാന്ന് വെക്കുകയും ചെയ്തത്. അടുത്ത വട്ടം ലീഗ് ഈ പറഞ്ഞതുപോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ കുറ്റ്യാടി സീറ്റ് അനായാസേന പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നാണ്, കുറ്റ്യാടിയല്ല പേരാമ്പ്ര സീറ്റ് അനായാസേന പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നാണ് നാം വിലയിരുത്തേണ്ടത്. ഇവിടെയും മലയോര ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം, നിലമ്പൂരിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നതോടുകൂടി തന്നെ ക്രൈസ്തവ വോട്ട് ബാങ്കുകൾ, പ്രത്യേകിച്ച് ഈ മലബാർ ബെൽറ്റിലുള്ള കർഷകരായ ക്രൈസ്തവ വോട്ട് ബാങ്കുകൾ UDF അനുകൂലമാകുവാനുള്ള സാഹചര്യം നിലനിൽപ്പുണ്ട്. പിന്നെ മുനമ്പം നേരത്തെ പറഞ്ഞതുപോലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ തന്നെ അതിലെ രാഷ്ട്രീയം തിരിച്ചറിയുകയും തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വളരെ സുഗമമായി പേരാമ്പ്ര സീറ്റും UDF പിടിച്ചെടുക്കുവാൻ കഴിയും. കൊയിലാണ്ടിയിൽ വലിയ പ്രതീക്ഷകളൊന്നും വെക്കേണ്ടതില്ല എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ നിലവിലുള്ള വടകര സീറ്റ് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ അധികമായി 4 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുകയും ഷാഫിയുടെ പാർലമെൻറ്റ് മണ്ഡലത്തിന് കീഴിൽ വരുന്ന 7 മണ്ഡലങ്ങളിൽ 5 എണ്ണവും UDF അണിനിരത്തുവാനും കഴിയും. ഇവിടെ ഷാഫിയുടെ സാന്നിധ്യം ഒരു പരിധിവരെ താര സാന്നിധ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം, അത് UDF ഒരു എക്സ് ഫാക്ടർ പകർന്നു നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഷാഫി പറമ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കീഴിലുള്ള 4 മണ്ഡലങ്ങളിലെങ്കിലും UDF വിജയം ഉറപ്പാക്കും എന്ന ചിന്ത പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പ്രേക്ഷകർ കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.